ശിരൂർ ഗംഗാവലി പുഴയിൽ അർജുന്റെ ലോറിയിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുടെ DNA പരിശോധനാ ഫലം ഉടൻ ലഭിച്ചേക്കും. അർജുന്റേതെന്ന് സ്ഥിരീകരിച്ചാൽ മൃതശരീരം വിട്ടുനൽകും. നാളെ രാവിലെ 8 മണിയോടെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കാനാണ് ആലോചന. ഷെഫ് 99% അത് മാച്ചാവാനാണ് സാധ്യത. ഒരു പക്ഷെ അത് നെഗറ്റീവ് ആണെങ്കിൽ അഡീഷണലായി അവർ മറ്റൊരു സംവിധാനത്തിലൂടെ 5:30 എഗെയിൻ ഒരു റിസൾട്ട് കൂടി വരുന്ന രീതിയിൽ 2 രീതിയിൽ ലാബിൽ പരിശോധന നടക്കുന്നുണ്ട്. ദിവ്യ എന്ന് പറയുന്നൊരു മലയാളിയാണ് ഹുബ്ലിയിൽ ഇതിൻ്റെ ഒരു IPS ഡയറക്ടറായിട്ടുള്ളത്. അവരെയും അതിനുശേഷം അവിടെയുള്ള ചന്ദ്രശേഖരാണ് ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇത് മുഴുവനും ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള അദ്ദേഹം കോൺടാക്ട് ചെയ്തു. അവരൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു 1:30 നമുക്ക് എന്തായാലും പോസിറ്റീവായി റിസൾട്ട് വരും. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, ഈ DNA ഫലം ഇന്ന് ലഭിക്കുമെന്നതിനെ പറ്റി ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തന്നെ DNA ഫലം ലഭിച്ചേക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്നത്. എത്ര മണിയോടുകൂടെ ലഭിക്കുമെന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ടോ? ഹുബ്ലിയിലെ ലാബിലാണ് ഇത് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ഹുബ്ലിയുടെ ലാബിൽ 2 തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രാഥമിക റിസൾട്ട് ഇന്ന് 1:30 ലഭിക്കും. 1:30 തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു തരത്തിൽ അർജുൻ്റെ ലോറിയുടെ ക്യാബിനകത്തു നിന്നാണ് ശരീരഭാഗങ്ങൾ കിട്ടിയിരുന്നത്. ഈ ലോറിയുടെ അകത്ത് മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം 1:30 ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ അല്ലെങ്കിൽ 5:30 ഇതിൻ്റെ മറ്റൊരു പരിശോധന കൂടി നടക്കുന്നുണ്ട്. ആ പരിശോധന ഫലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ 1:30 തന്നെ ഈ റിസൾട്ട് വരും. റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ അത് ബന്ധുക്കൾക്ക് കൈമാറാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ കാർവാർ ആശുപത്രിയിൽ നടന്നിരിക്കുന്നു. കാർവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സജ്ജീകരണങ്ങൾ മൃതശരീരം കുടുംബത്തിന് കൈമാറാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കർണാടക സർക്കാരിൻ്റെ പ്രത്യേക ആംബുലൻസിലാണ് ഇത് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുക. കർണാടക സർക്കാർ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി സുരക്ഷയോടുകൂടിയായിരിക്കും കോഴിക്കോട്ടെ വീട്ടിലെത്തിക്കുക. അതോടൊപ്പം തന്നെ കാർവാർ MLAയും ആ വീട് സന്ദർശിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സ്ഥലം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾക്ക് അവിടെ സന്ദർശിക്കണമെന്നുണ്ട്. പക്ഷേ കർണാടക സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ IPS ഓഫീസർക്ക് സന്ദർശനം നടക്കുകയുള്ളൂ. അതിന് അനുമതി ലഭിക്കുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഈ കാർവാർ MLA ഏതായാലും വീട് സന്ദർശിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പോലീസിന്റെ അകമ്പടിയോടെ കർണാടക സർക്കാരിന്റെ ആംബുലൻസിൽ വൈകിട്ടോടെ ഇവിടുന്ന് പുറപ്പെടാൻ കഴിയും. 8 മണിയോടുകൂടി കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തിക്കാനാവും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് 1:30 തന്നെ ലഭിക്കും എന്നാണ് ഹുബ്ലിയിലെ ലാബിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. AK മഷ്റഫ് MLA കഴിഞ്ഞ ദിവസം മുതൽ ഇതുവരെ ഈ ഭാഗത്തുണ്ട്. MLA സൂചിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. MLA അവരുമായി ബന്ധപ്പെട്ടിരുന്നു. മൃത ശരീര ആംബുലൻസിന് എന്തായാലും 1:30 DNA പരിശോധനയുടെ പ്രാഥമിക ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.